ട്രിപ്പുകളും ഇതുവരെ വീട്ടിൽ നിന്ന് പോയിട്ടുള്ളതും എല്ലാം പ്ലാൻ ചെയ്തിട്ടുള്ളതും എക്സിക്യൂട്ട് ചെയ്തതും ഒക്കെ അഹന തന്നെയാണ്. ഞാൻ മാത്രല്ല, ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് തൊട്ട് ഞാൻ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടില്ലായിരുന്നെങ്കിൽ, ഞാൻ എന്നെ പുകഴ്ത്തൊന്നുമല്ല, പക്ഷെ ഞാനൊരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ യൂറോപ്പ് പോവില്ല, നമ്മൾ ലണ്ടനിൽ പോവില്ല, നമ്മൾ ജപ്പാനിൽ പോവില്ല, നമ്മൾ എവിടെയും പോകത്തില്ല, നമ്മളിങ്ങനെ ഇരിക്കും. അത് എല്ലാവർക്കും ഒരു ആഗ്രഹം കാണും, പക്ഷെ നമ്മളൊരു ഇനിഷ്യേറ്റീവ് എടുത്ത് അത് ചെയ്തില്ലെങ്കിൽ അത് നടക്കില്ല. അപ്പോ ഇപ്പൊ നമ്മളിപ്പം പണ്ടിപ്പം ആ യൂറോപ്പും ലണ്ടനൊക്കെ പോയ കാരണമാണ് നമ്മൾ 6 പേര് മാത്രമായിട്ട് നമുക്ക് അങ്ങനെ പോകാൻ പറ്റിയത്. കാരണം ഇപ്പൊ ഓസിക്ക് ഇപ്പം ബേബി ഒക്കെ ആയി കഴിയുമ്പോൾ അത്ര ഈസി അല്ല കാര്യങ്ങൾ. അങ്ങനെ അപ്പം ഈ പറഞ്ഞ പോലെ ഇപ്പോഴും നമ്മളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പം എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷെ ഇപ്പൊ ഞാനാണ് മറ്റേ ട്രാവൽ ഏജന്റിനോട് സംസാരിച്ച് വിസയുടെ ഇത് സംസാരിച്ചിട്ട് ഞാൻ ഇനി പേപ്പർ വർക്ക് മൊത്തം ഇവർക്ക് ഇരുന്ന് ചെയ്യണം. അവസാനം മറ്റേ വിസ ഫോം ഒക്കെ ഫില്ല് ചെയ്ത് എനിക്ക് പ്രാന്താവും. അതങ്ങനെയാണ്, ഒരു ഗതികേടാണ്. പിന്നെ ഞാൻ മറ്റേ ഇനിഷ്യേറ്റീവ് എടുത്ത് ഞാൻ സീരിയസ് ആയിട്ട് എടുക്കൂല. അത് വേറൊരു കാര്യമാണ്. അമ്മു എടുക്കുവാണെങ്കിൽ നമുക്ക് ഉറപ്പ് എന്തായാലും ഇത് വർക്കാം. പക്ഷെ ഞാൻ സൈഡിൽ കൂടെ അതേ ഐഡിയ പറഞ്ഞാൽ അമ്മ മൈൻഡ് ചെയ്തില്ല. പക്ഷെ അതേ കാര്യം അമ്മു പറഞ്ഞാൽ അമ്മ സീരിയസ് ആയിട്ട് എടുക്കും. അങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷെ അമ്മു എന്തെങ്കിലും ഏറ്റെടുത്താൽ അത് നടക്കും. അങ്ങനെയാണ് സംഭവം. അങ്ങനെ ഭയങ്കര ഡ്രീം ആയിട്ട് നമ്മളിങ്ങനെ നോക്കിയിരുന്ന് നടന്നൊരു ട്രിപ്പ് ഏതായിരുന്നു? ജപ്പാൻ നമ്മൾ എപ്പോഴും പ്ലാൻ ചെയ്യും. ജപ്പാനിൽ ആക്ച്വലി മാർച്ച് ഏപ്രിൽ ടൈമിൽ പോയാലേ ചെറി ബ്ലോസം കാണും. അപ്പോൾ എനിക്ക് എല്ലാ വർഷവും കോളേജ് ഉള്ളപ്പോൾ ചിലപ്പോൾ സ്ട്രെസ് ആയിരിക്കും. മാർച്ച് ഏപ്രിൽ ടൈം എക്സാം. അപ്പോൾ ആ വർഷം ഏപ്രിൽ എക്സാം ഇല്ലായിരുന്നു. അപ്പോൾ കുറേ കാലം മുന്നേ പ്ലാൻ ചെയ്ത ജപ്പാൻ ട്രിപ്പ് തന്നെ. നമ്മൾ കുറേ കാലം മുന്നേ തന്നെ ചെറി ബ്ലോസം ടൈമിന് കൊച്ചിലെ ഷിൻചാൻ എന്ന് പറയുന്ന കാർട്ടൂണിന്റെ ഭയങ്കര ഫാനാണ്. കൊച്ചിലെ അല്ല ഇപ്പോഴും. അപ്പൊ ഷിൻചാൻ ജപ്പാനിലുള്ളൊരു കുട്ടിയായിരുന്നു. അപ്പൊ അത് കാരണം ഹൻസിക്കയ്ക്ക് അതുകൊണ്ടും ജപ്പാൻ ഭയങ്കര. പിന്നെ ജപ്പാൻ എനിക്ക് ഭയങ്കര ഇഷ്ടത്തോടെ പോയെങ്കിലും അമ്മയ്ക്കും അമ്മൂനും ഇഷാനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട പ്ലേസ്. ബിക്കോസ് ആർക്കായാലും ഇഷ്ടപ്പെട്ടു പോയി. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ പ്ലേസ്. നമ്മൾ ഈ ഫോട്ടോയിലൊക്കെ പോലെയാണ് ജപ്പാൻ. ജപ്പാൻ്റെ എവറി കോർണർ ലുക്സ് വെരി ബ്യൂട്ടിഫുൾ.